ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയി സംസാരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 6 പാറ്റേൺസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാനിവിടെ മലയാളത്തിൽ കാണിക്കുന്ന സെന്റൻസസ് നിങ്ങളൊന്ന് നോക്കണേ. അയാൾക്ക് വരാമായിരുന്നില്ലേ? അയാൾ വന്നിട്ടുണ്ടാകുമോ? വിളിച്ചിരുന്നെങ്കിൽ അയാൾ വരുമായിരുന്നോ? അയാൾ വരേണ്ടതായിരുന്നില്ലേ? അയാൾ വരാറുണ്ടായിരുന്നില്ലേ? അയാൾക്ക് വരാൻ കഴിഞ്ഞില്ലേ? ഇതൊക്കെ ഇംഗ്ലീഷിൽ ശരിയായ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പാറ്റേൺസ് പഠിച്ചേ മതിയാവും. പക്ഷെ അതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട ഹോംവർക്ക് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഗീതയെ കൊണ്ട് ഭക്ഷണം ഓർഡർ ചെയ്യിപ്പിക്കാം എന്നുള്ളത് നമുക്ക് 2 രീതിയിൽ പറയാം. ഐ വിൽ ഹാവ് ഗീത ഓർഡർ ഫുഡ്, അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് ഗീത ടു ഓർഡർ ഫുഡ്, ഇങ്ങനെ പറയാം. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഐ വിൽ മേക്ക് ഗീത ഓർഡർ ഫുഡ് എന്ന് പറയാത്തത്? അവിടെ നമ്മൾ നിർബന്ധിച്ച് ഗീതയെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നല്ല പറയുന്നത്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യിക്കാം എന്ന് മാത്രമാണ്. അപ്പൊ അവിടെ മേക്കിന്റെ ആവശ്യമില്ല. അതേപോലെ 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ പറയാം, ഐ എം ഹാവിങ് മൈ ഹെയർ കട്ട് നൗ, അല്ലെങ്കിൽ ഹെയർ കട്ട് റൈറ്റ് നൗ. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഹെയർ കട്ട് എന്നുള്ളത് ഒറ്റ വാക്കായിട്ട് എഴുതരുത്. അവിടെ നമ്മൾ കട്ട് എന്ന വേർബിന്റെ 3ാമത്തെ ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഹെയർ കട്ട് എന്ന് പറയുന്നത് ഒരു നൗൺ ആയിട്ടല്ല വരുന്നത്. അതുകൊണ്ട് അത് 2 വാക്കുകളായിട്ട് എഴുതണം. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാനിവിടെ കാണിക്കാൻ പോകുന്ന മലയാളം സെന്റൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് ഞാനല്ല, നിങ്ങളാണ് പറയേണ്ടത്. കാരണം ആ പാറ്റേൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സെന്റൻസ് ഇതാണ്: നിനക്ക് ഒരു സൂചന തരാമായിരുന്നു. അതായത് എനിക്കൊരു സൂചന തരാമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അയാളത് ചെയ്തില്ല, നീ അത് ചെയ്തില്ല, അല്ലെ? അപ്പൊ ആ ഒരു വിഷമത്തോടെ ഞാൻ പറയാണ് നിനക്കൊരു സൂചന തരാമായിരുന്നു എന്ന്. അവിടെ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഏതാണ്? could have അല്ലേ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ എങ്ങനെ പറയും? യു could have given me a hint. സൂചന എന്നുള്ളത് നമ്മൾ ഹിന്റ് എന്നാണ് പറയുക. അപ്പൊ സൂചന തരാമായിരുന്നു എന്നുള്ളതിന് യു could have given me a hint എന്ന് പറയും. അപ്പൊ ഇവിടെ given me, എനിക്ക് ഒരു സൂചന തരാമായിരുന്നു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ കണ്ടല്ലോ, നമ്മൾ സാധാരണ പറയുമ്പോൾ നിനക്ക് എനിക്ക് ഒരു സൂചന തരാമായിരുന്നു എന്നൊന്നും പറയില്ല. അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ, എനിക്ക് തരാമായിരുന്നു എന്നാണ് പറയുന്നതെന്ന്. പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവിടെ മീ എന്നുള്ളത് വരും, എനിക്ക് എന്നുള്ളത് നമ്മൾ എടുത്ത് പറയും. അപ്പൊ കിട്ടിയത് എന്താ? യു കുഡ് ഹാവ് ഗിവൺ മീ എ ഹിന്റ് എന്ന് പറയും. അപ്പൊ അവിടെ എന്താ നമ്മൾ ഉപയോഗിച്ചത് കണ്ടല്ലോ, കുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഗിവ്, തരുക എന്നുള്ള വേർബിന്റെ 3ാമത്തെ ഫോം ഗിവൺ യൂസ് ചെയ്തു. പക്ഷെ നമുക്കിന്ന് വേണ്ട പാറ്റേൺ അതല്ല. ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കാന്നിരിക്കട്ടെ. അതും വെറുതെ ഒരു ചോദ്യമല്ല, ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. നിനക്ക് ഒരു സൂചന തരാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്: couldn't you have given me a hint? അങ്ങനെ തരാമായിരുന്നില്ലേ എന്ന്. അപ്പൊ couldn't you have given me a hint എന്ന് ചോദ്യം വരും. മനസ്സിലായോ? could not ആണ് നമ്മളിവിടെ couldn't എന്ന് പറയുന്നത്. couldn't you have given me a hint? ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പൊ അയാളോട് ഇങ്ങനെ ഒരു കാര്യം തരാമായിരുന്നു, സൂചന തരാമായിരുന്നു എന്ന് പറയുമ്പോൾ വളരെ മൈൽഡ് ആയിട്ടാ പറയുന്നത്, അല്ലെ? കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ അയാളെ ബ്ലെയിം ചെയ്യാണ് ഇവിടെ, തരാമായിരുന്നില്ലേ എന്ന്. അപ്പൊ അവിടെ കുറച്ചുകൂടെ വെട്ടി തുറന്നാണ് നമ്മൾ അവിടെ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാനാണ് നമ്മൾ ഈ പാറ്റേൺ യൂസ് ചെയ്യുന്നത്. couldn't you have done that? couldn't you have given me a hint എന്ന്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അവൻ എന്നെ ഇന്നലെ ഓർമ്മിപ്പിക്കാമായിരുന്നു. ഇതാണ് ഞാൻ ഇവിടെ തരുന്ന സെന്റൻസ് കേട്ടോ. അപ്പൊ ഇവിടെ ഓർമ്മിപ്പിക്കുക എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് റിമൈൻഡ് ആണ്. ഈ സെന്റൻസ് എങ്ങനെയാ പറയുക? അത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. he could have reminded me yesterday എന്ന് പറയും, അല്ലെ? ഓർമ്മിപ്പിക്കാമായിരുന്നു. he could have reminded me yesterday. ഇനി നമുക്ക് ചോദിക്കണമല്ലോ, അവന് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാമായിരുന്നില്ലേ ഇന്നലെ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. അവിടെ എങ്ങനെ ചോദിക്കും? couldn't he have reminded me yesterday? couldn't he have reminded me yesterday? അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് he ആണല്ലോ, അവൻ അല്ലെങ്കിൽ അയാൾ, ഒരാളല്ലേ ഉള്ളൂ. പക്ഷെ അവിടെയും ക്വസ്റ്റ്യനിൽ എന്താ വന്നേന്ന് നോക്കൂ, couldn't he has അല്ല കേട്ടോ, couldn't he have. അപ്പൊ ഈ ഒരു പാറ്റേൺ അങ്ങനെയാണ്. സബ്ജക്ട് he ആണെങ്കിലും we, they, you ഏതാണെങ്കിലും couldn't കഴിഞ്ഞിട്ട് have തന്നെയാണ് വരുന്നത്. സെന്റൻസിൽ അങ്ങനെയല്ലേ വന്നേ? he couldn't have എന്നല്ലേ പറഞ്ഞേ? അതേപോലെ ക്വസ്റ്റ്യനിലും couldn't he have reminded me yesterday. അപ്പൊ അവനോട് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചോദ്യം ചെയ്യുന്ന പോലെ ചെയ്യാണ്, അയാൾക്ക് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാമായിരുന്നില്ലേ എന്ന്. അടുത്തത്, അവന് സഹായം ആവശ്യപ്പെടാമായിരുന്നു. അതായത് സഹായം വേണമെന്ന് ചോദിക്കാമായിരുന്നു എന്ന്. അതിന് നമുക്ക് ടു ആസ്ക് ഫോർ ഹെൽപ്പ് എന്നാണ് പറയുക. ഈ സെന്റൻസ് എങ്ങനെ വരും? he could have asked for help. he could have asked for help.
ആസ്കിന്റെ മൂന്നാമത്തെ ഫോമാണ് ആസ്ക്ഡ്, അതാണ് വന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? അവന് സഹായം വേണമെന്ന് ആവശ്യപ്പെടായിരുന്നില്ലേ? അതെങ്ങനെ ചോദിക്കും? couldn't he have asked for help? couldn't he have asked for help? സഹായം വേണമെന്ന് ആവശ്യപ്പെടാമായിരുന്നില്ലേ എന്ന്. ഇനി ഞാൻ ഇങ്ങനെ സെന്റൻസസ് തരുന്നില്ല, നേരെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലായല്ലോ. അപ്പൊ സെന്റൻസ് ഇതാണ്: നിനക്ക് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാമായിരുന്നില്ലേ? അതെങ്ങനെ ചോദിക്കും? couldn't you have called me back? couldn't you have called me back? couldn't you, സബ്ജക്ട് യു ആണ്. couldn't you have, അത് കഴിഞ്ഞിട്ട് വിളിക്കുക എന്നുള്ള കോളിന്റെ മൂന്നാമത്തെ ഫോം. couldn't you have called me back? അവൻ എന്നെ പാക്ക് ചെയ്യാൻ സഹായിക്കാമായിരുന്നില്ലേ? അതായത് നമുക്ക് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് പാക്കിംഗ് ഉണ്ടായിരുന്നു, അയാൾ ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ പറയാണ് അയാൾക്ക് അല്ലെങ്കിൽ അവന് എന്നെ ഒന്ന് പാക്ക് ചെയ്യാൻ സഹായിക്കാമായിരുന്നില്ലേ? അവിടെ എന്ത് പറയും? couldn't he have helped me with the packing? couldn't he have helped me with the packing? അതായത് ഈ ഒരു കാര്യം ചെയ്യാൻ പാക്കിങ്ങില് എന്നെ സഹായിക്കാമായിരുന്നില്ലേ എന്നാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ വിത്ത് ദ പാക്കിംഗ് എന്ന് പറയും, ആ ഒരു ആക്ടിവിറ്റി, പ്രവൃത്തി ചെയ്യാൻ. couldn't he have helped me with the packing? നിനക്ക് ഒരു 5 മിനിറ്റ് കൂടെ കാത്തു നിൽക്കാമായിരുന്നില്ലേ, അല്ലെങ്കിൽ കാത്തിരിക്കാമായിരുന്നില്ലേ? എങ്ങനെ ചോദിക്കും? couldn't you have waited 5 more minutes? അല്ലെങ്കിൽ അവിടെ couldn't you have waited for 5 more minutes എന്ന് പറയാം കേട്ടോ. പക്ഷെ ആ ഒരു 4 ഇല്ലാതെയും നമുക്കിത് പറയാം. സാധാരണ നമ്മൾ വളരെ ഒരു ഇൻഫോർമൽ ആയിട്ട് കോൺവെർസേഷൻസിൽ ഈ 4 യൂസ് ചെയ്യണം എന്നില്ല. അപ്പൊ ഇങ്ങനെ പറയാം: couldn't you have waited 5 more minutes? 5 മിനിറ്റ് കൂടെ കാത്തു നിൽക്കായിരുന്നില്ലേ? അപ്പൊ നമ്മളിപ്പോ കണ്ട ഈ പാറ്റേൺ ഉണ്ടല്ലോ, couldn't അങ്ങനെ യൂസ് ചെയ്യുന്നത്, couldn't കഴിഞ്ഞ സബ്ജക്ട് കഴിഞ്ഞ have പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം, അത് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ആരോടെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്ന് ഒരു കുറ്റപ്പെടുത്തലിന്റെ രീതി, ആ ഒരു ബ്ലെയിം ചെയ്യുന്ന ആ ഒരു ടോൺ അവിടെ വരുന്നുണ്ട് അല്ലെ. ചെയ്യാമായിരുന്നില്ലേ എന്ന് വളരെ ഓപ്പൺ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുക ചെയ്യുന്നത്. പക്ഷേ ഈ couldn't you have എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യന്റെ തുടക്കമാണല്ലോ. ഇത് പോസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലേ? couldn't ഇല്ലാണ്ട് could വെച്ച് തുടങ്ങാൻ പറ്റില്ലേ? ചെയ്യാം, പക്ഷെ അവിടെ വേറൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. എന്തിനാണെന്നറിയാമോ? കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചത് എന്നൊക്കെ ഗെസ് ചെയ്യാനാണ് അങ്ങനെ നമ്മൾ പോസിറ്റീവ് ഫോം യൂസ് ചെയ്തത്. അപ്പൊ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് പറയണം അവർക്ക് വഴി തെറ്റിയിരിക്കാം, അതായത് അവർക്ക് വഴി തെറ്റിപ്പോയിട്ടുണ്ടാകാം എന്നാ പറയുന്നത്. അപ്പൊ അവിടെയും കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ഗെസ് ചെയ്യാണ് അല്ലെ. അവിടെ നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? they could have lost their way. അപ്പൊ അവിടെ വഴി തെറ്റുക എന്നുള്ളതിനാണ് നമ്മൾ ഈ to lose one's way എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? they could have lost their way. അപ്പൊ they could have യൂസ് ചെയ്തത് എന്തിനാണ്? ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അനുമാനിക്കാൻ, ഗസ് ചെയ്യാനാണ് നമ്മളത് യൂസ് ചെയ്തത് അല്ലെ. അപ്പൊ ഈ ചോദ്യം എങ്ങനെ വരും? അവർക്ക് വഴി തെറ്റി കാണുമോ, വഴി തെറ്റിയിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കണമെങ്കിൽ could they have lost their way എന്ന് ചോദിക്കും. അപ്പൊ അവിടെ നമ്മൾ സംശയിച്ച ഒരു കാര്യം അങ്ങനെ ചോദിക്കുകയാണ്, അതായിരിക്കുമോ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന്. could they have lost their way എന്ന് അവിടെ ചോദിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഗസ് ചെയ്യാൻ നമുക്ക് may അല്ലെങ്കിൽ മൈറ്റും ഇതേപോലെ യൂസ് ചെയ്യാമെന്ന്. അപ്പൊ വേണമെങ്കിൽ ഇവിടെ might they have lost their way എന്ന് ചോദിക്കാം, പക്ഷെ അത് സാധാരണ അങ്ങനെ നമ്മൾ കേൾക്കാറില്ല. ഗ്രാമാറ്റിക്കലി ഓക്കെ ആണ്, പക്ഷെ നമ്മൾ കൂടുതലും കേൾക്കുക ഈ could വെച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. could they have lost their way എന്നായിരിക്കും നമ്മൾ ചോദിക്കുക. ഇപ്പൊ നമ്മൾ പറയാണ് അവര് ചിലപ്പോ റോങ് ട്രെയിനിലായിരിക്കും കയറിയിട്ടുണ്ടാവുക, അതായത് കയറേണ്ട ട്രെയിനിലല്ല, തെറ്റി വേറെ ട്രെയിനിൽ കയറിയിട്ടുണ്ടാവാം എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് പറയും? they could have taken the wrong train എന്ന് പറയും. they could have taken the wrong train. taken എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അതിലായിരിക്കും കയറിയിട്ടുണ്ടാവുക എന്ന്. ഓക്കെ, they could have taken. അപ്പൊ അവര് റോങ് ട്രെയിനിൽ കയറിയിട്ടുണ്ടാവുമോ, തെറ്റി വേറെ ട്രെയിനിൽ കയറി കാണുമോ എന്ന് ചോദിക്കണമെങ്കിൽ could they have taken the wrong train എന്ന് ചോദിക്കും. മനസ്സിലായോ? could they have taken the wrong train. ഇവിടെ നമുക്ക് നെഗറ്റീവായിട്ട് ചോദിച്ചാൽ പറ്റില്ല. അവിടെ അങ്ങനെ ചോദിച്ചാൽ തെറ്റി കയറാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോവും. couldn't they have taken എന്ന് നമ്മൾ പറയില്ല ഇവിടെ. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം ഇങ്ങനെ ആയിരിക്കുമോ സംഭവിച്ചതെന്ന് ഗസ് ചെയ്യാനാണ് നമ്മൾ ഈ could സബ്ജക്ട് കഴിഞ്ഞിട്ട് have പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം പോസിറ്റീവ് ഫോം ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ? couldn't you have എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് എന്തിനെങ്കിലും കുറിച്ച് കുറ്റപ്പെടുത്തുന്ന പോലെ, ബ്ലെയിം ചെയ്യാൻ, അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ. could you have എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ could they have എന്ന് ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഗസ് ചെയ്യാൻ. വ്യത്യാസം മനസ്സിലായല്ലോ? ഒരെണ്ണം കൂടെ പറയാം.
അവള് അപ്പോയിന്റ്മെന്റിന്റെ കാര്യം മറന്നു പോയിട്ടുണ്ടാകുമോ, ആ കാര്യമേ വിട്ടുപോയി കാണുമോ എന്നാ ചോദിക്കേണ്ടത്. അപ്പൊ എങ്ങനെ ചോദിക്കാം? Could she have forgotten about the appointment? Could she have forgotten about the appointment? അപ്പോ പാറ്റേൺ മനസ്സിലായല്ലോ. Could she have, അത് കഴിഞ്ഞ് മറക്കുക എന്നുള്ളതിന്റെ മൂന്നാമത്തെ വേർബ് ഫോം ആണ് forgotten. Forget ആണല്ലോ വേർബ്, അതിന്റെ മൂന്നാമത്തെ ഫോം ആണ് forgotten. Could she have forgotten about the appointment എന്ന് ക്വസ്റ്റ്യൻ കിട്ടിയത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് could have വെച്ച് അതുപോലെ couldn't have വെച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ അടുത്ത പാറ്റേൺ ആണ് കാണുന്നത്. ഷുഡ് ഹാവ് വെച്ച് ഇതുപോലെ പോസിറ്റീവായും നെഗറ്റീവായും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ നോക്കൂ. നമ്മൾ ടിക്കറ്റ്സ് മുൻകൂട്ടി വാങ്ങണമായിരുന്നു എന്ന് പറയണം എന്നിരിക്കട്ടെ. അവിടെ നമ്മൾ എങ്ങനെ പറയാം? ഈ പാറ്റേൺ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സെന്റൻസസ് പറയാൻ, അതായത് നേരത്തെ ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത് അല്ലെ, പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഒരു റിഗ്രറ്റോടെ നമ്മളിങ്ങനെ പറയാണ്. അത് നമ്മളെങ്ങനെ പറയും? We should have bought the tickets in advance. We should have bought the tickets in advance എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ വാങ്ങുക എന്നുള്ളതിന്റെ വെർബ് ബൈ ആണ്. അതിന്റെ മൂന്നാമത്തെ ഫോം ആണ് നമ്മൾ ഈ കണ്ട bought. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? We should have bought the tickets in advance. അതായത് മുൻകൂട്ടി വാങ്ങുക, അതിനാണ് in advance എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കണം. നമ്മള് ടിക്കറ്റ്സ് നേരത്തെ മുൻകൂട്ടി വാങ്ങേണ്ടതായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെയാ പറയാ? ഷുഡ് വി ഹാവ് ബോട്ട് ദി ടിക്കറ്റ്സ് ഇൻ അഡ്വാൻസ്. നമ്മൾ നേരത്തെ വാങ്ങേണ്ടതായിരുന്നോ? അപ്പൊ വാങ്ങേണ്ടതായിരുന്നില്ലേ എന്നല്ല, വാങ്ങേണ്ടതായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ലെ. അപ്പൊ പോസിറ്റീവ് ക്വസ്റ്റ്യൻ മതിയല്ലോ. അതാ ഇങ്ങനെ വന്നത്. ഷുഡ് വി ഹാവ് ബോട്ട് ദി ടിക്കറ്റ്സ് ഇൻ അഡ്വാൻസ് എന്നാ ചോദിച്ചത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമുക്കൊരു ജോബ് ഓഫർ വന്നു എന്നിരിക്കട്ടെ. പക്ഷെ ആ സമയത്ത് എന്തുകൊണ്ടോ നമ്മളത് അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ പിന്നീട് നമുക്ക് റിഗ്രറ്റ് തോന്നുകയാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയും? ഐ ഷുഡ് ഹാവ് അക്സെപ്റ്റഡ് ദി ജോബ് ഓഫർ എന്ന് പറയും അല്ലെ. അങ്ങനെയല്ലേ പറയുക? ഐ ഷുഡ് ഹാവ് അക്സെപ്റ്റഡ് ദി ജോബ് ഓഫർ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കണം, ഞാൻ ആ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യണമായിരുന്നോ, ആ ഒരു ജോലി സ്വീകരിക്കണമായിരുന്നോ എന്നാണ് ചോദിക്കുന്നതെങ്കിലോ ഷുഡ് ഐ ഹാവ് അക്സെപ്റ്റഡ് ദി ജോബ് ഓഫർ എന്ന് ചോദിക്കും. ഷുഡ് ഐ ഹാവ് അക്സെപ്റ്റഡ് ദ ജോബ് ഓഫർ, അതാണ് അവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ വന്നേ, കാരണം അങ്ങനെ ചെയ്യണമായിരുന്നോ എന്ന് മാത്രമാണ് നമ്മൾ ചോദിച്ചത്. അതൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്, ന്യൂട്രൽ ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ചെയ്യണമായിരുന്നോ എന്ന് മാത്രം. അപ്പോൾ പോസിറ്റീവ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചാൽ മതി. വേറൊരു സിറ്റുവേഷൻ പറയാം. നമ്മൾ വീട്ടിലൊരു പാർട്ടി നടത്തി. അപ്പൊ ആരെങ്കിലും നമ്മൾ വിളിക്കാൻ വിട്ടുപോയി എന്നിരിക്കട്ടെ. അപ്പൊ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചൊരു സംശയത്തോടെ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ അവരെ വിളിക്കേണ്ടതായിരുന്നോ എന്ന്. അപ്പൊ അവിടെ വിളിക്കേണ്ടതായിരുന്നു എന്നൊരു വിചാരത്തിലല്ല നമ്മൾ ചോദിക്കുന്നത്, ജസ്റ്റ് ഒരു ന്യൂട്രൽ ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുക? ഷുഡ് വി ഹാവ് ഇൻവൈറ്റഡ് ദെം എന്ന് ചോദിക്കും അല്ലെ. ഷുഡ് വി ഹാവ് ഇൻവൈറ്റഡ് ദെം. അപ്പൊ അവിടെ ചോദ്യം തുടങ്ങിയത് ഷുഡ് വെച്ചിട്ട്, എന്നിട്ട് സബ്ജക്ട് ഷുഡ് വി ഹാവ് ഇൻവൈറ്റഡ്. ഇൻവൈറ്റ് എന്ന് വെച്ചാല് ക്ഷണിക്കുക എന്നല്ലേ, അതിന്റെ മൂന്നാമത്തെ ഫോം ആണ് ഇൻവൈറ്റഡ്. ഇ മാത്രം ചേർത്താൽ മതി, അതാണ് കിട്ടിയത്. ഷുഡ് വി ഹാവ് ഇൻവൈറ്റഡ് ദെം ടു ദ പാർട്ടി, അതാണ് ക്വസ്റ്റ്യൻ. പക്ഷെ ഇതേ കാര്യം നമ്മളൊരു ഖേദത്തോടെ ആലോചിക്കുകയാണ്, അയ്യോ നമ്മൾ അവരെ വിളിക്കേണ്ടതായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് തന്നെ തോന്നുന്നുണ്ട് വിളിക്കേണ്ടതായിരുന്നു, ക്ഷണിക്കേണ്ടതായിരുന്നു അല്ലെ. അപ്പൊ സ്വയം നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിയ പോലെയാണ് സംസാരിക്കുന്നത്. അവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരും. ഷുഡിന്റ് വി ഹാവ് ഇൻവൈറ്റഡ് ദെം എന്ന് ചോദിക്കും. അവിടെ ഷുഡിന്റ് നെഗറ്റീവ് വരണേ. ഷുഡിന്റ് വി ഹാവ് ഇൻവൈറ്റഡ് ദെം എന്ന് ചോദിക്കണം. പിന്നെ നമ്മൾ ഈ കണ്ട നെഗറ്റീവ് ക്വസ്റ്റ്യൻസിലെല്ലാം കണ്ടല്ലോ, ഞാൻ ഒരിടത്തും അതിന്റെ ഫുൾ ഫോം യൂസ് ചെയ്തില്ല. അവിടെ എല്ലാം കുഡിന്റ് ഷുഡിന്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക കേട്ടോ. ഇതിന്റെ കൺട്രാക്റ്റഡ് ഫോം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. നമ്മൾ കുറച്ചു പേര് കൂടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കാന്നിരിക്കട്ടെ. അവസാനം അതിൽ ചെറിയൊരു ചേഞ്ച് വന്നത് നമ്മളൊരാൾ മാത്രം അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്തായിരിക്കും അവരോട് പറയുക? ആ ഒരു ചേഞ്ചിന്റെ കാര്യം എന്നെ അറിയിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കില്ലേ? അവിടെ നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കണം ഇംഗ്ലീഷിൽ. എങ്ങനെയാ ചോദിക്കുക? നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ഷുഡിന്റ് യു ഹാവ് ടോൾഡ് മീ അബൌട്ട് എ ചേഞ്ച്. ഷുഡിന്റ് യു ഹാവ് ടോൾഡ് മീ അബൌട്ട് ദ ചേഞ്ച്. അപ്പൊ പറയേണ്ടതായിരുന്നില്ലേ എന്നാണെങ്കിൽ ടോൾഡ് മീ എന്ന് പറയാം. അറിയിക്കേണ്ടതായിരുന്നില്ലേ എന്നാണെങ്കിൽ ഇൻഫോംഡ് മീ എന്ന് പറയാം. ഷുഡിന്റ് യു ഹാവ് ഇൻഫോംഡ് മീ അബൌട്ട് എ ചേഞ്ച് എന്ന് ചോദിക്കും. മനസ്സിലായോ എങ്ങനെയാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഈ ഷുഡിന്റ് യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ്, എന്തിനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായോ?
നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ ഒരു നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നൊരു ധ്വനി അവിടെ വരുന്നുണ്ട്. അപ്പൊ നെഗറ്റീവായിട്ട് ഇങ്ങനെ ചോദിക്കണം. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വീട്ടിലേക്ക് ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിരിക്കട്ടെ. വീട്ടിലെത്തിയ ശേഷമാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെന്ന്. അപ്പൊ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? അയ്യോ, നമ്മൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കും അല്ലെ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? Shouldn't we have checked the expiry date? Shouldn't we have checked the expiry date എന്നാണ് ചോദിക്കുക. Shouldn't we have checked? അപ്പോൾ നിങ്ങൾക്കിപ്പോ ഈ should haveഉം shouldn't haveഉം വെച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നതെന്ന് മനസ്സിലായല്ലോ. അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. അത് ഒന്നുകൂടെ വ്യക്തമാക്കാൻ ഞാനിവിടെ 2 എക്സാമ്പിൾസ് ഒരേ ക്വസ്റ്റ്യൻ വെച്ച് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ അവർക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങണമായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ should we have bought them a gift എന്ന് ചോദിക്കാം. വാങ്ങണമായിരുന്നോ, അതൊരു ന്യൂട്രൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. വാങ്ങണമായിരുന്നോ എന്ന് മാത്രം. should we have bought them a gift, അതായത് അവർക്ക് വേണ്ടി വാങ്ങണമായിരുന്നു. അതാണ് bought them a gift എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ അവർക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കുവാണെങ്കിലോ അവിടെ shouldn't we have bought them a gift എന്നാണ് വരിക. shouldn't we have bought them a gift, മനസ്സിലായോ? അപ്പൊ അവിടെ ഒരു കുറ്റപ്പെടുത്തലുണ്ട്. നമ്മൾ ചെയ്യേണ്ടതായിരുന്നില്ലേ, അങ്ങനെ ആയിരുന്നു വേണ്ടിയിരുന്നതെന്നൊരു വിചാരം അവിടെ വരുന്നുണ്ട്. അവിടെയാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഇതേപോലെ ഒരെണ്ണം കൂടെ, നമ്മൾ അല്പനേരം കൂടെ വെയിറ്റ് ചെയ്യണമായിരുന്നോ ഇങ്ങനെ ചോദിക്കും. should we have waited a bit longer? അല്പനേരം കൂടെ, കുറച്ചു നേരം കൂടെ, അതാണ് a bit longer എന്ന് പറഞ്ഞത് കേട്ടോ. should we have waited a bit longer? അടുത്തത്, നമ്മൾ അല്പനേരം കൂടെ കാത്തു നിൽക്കേണ്ടതായിരുന്നില്ലേ, അവിടെ എങ്ങനെ ചോദിക്കും? shouldn't we have waited a bit longer? shouldn't we have waited a bit longer? വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ നെഗറ്റീവായിട്ട് ക്വസ്റ്റ്യൻ വന്നു. shouldn't we have waited എന്നാണ് പറഞ്ഞത്. കാരണം അവിടെ നമ്മൾ അത് ചെയ്യേണ്ടതായിരുന്നു എന്നൊരു വിചാരത്തോടെ, ആ ഒരു റിഗ്രറ്റോടെയാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ 2 പെയർ ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു അല്ലെ? could haveഉം couldn't haveഉം, അതുപോലെ should haveഉം shouldn't haveഉം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത പാറ്റേൺ കാണാൻ പോവാണ്. പക്ഷെ അതിനു മുൻപ് ഞാൻ അതിന് പറ്റിയ ഒരു സെന്റൻസ് കാണിക്കാം. അത് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണം. കാരണം ആ ഒരു പാറ്റേൺ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് ഇതാണ്, നീ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു എന്ന്. നല്ല ഫ്രണ്ടാണ് അല്ലെ? ചോദിച്ചിരുന്നെങ്കിൽ സഹായിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? I would have helped you if you had asked. കണ്ടോ? I would have helped you. എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, അങ്ങനെ ആ ചെയ്യുമായിരുന്നു, അതിനാണ് ഈ would have നമ്മൾ യൂസ് ചെയ്തത്. I would have helped you എങ്ങനെ ആയിരുന്നെങ്കിൽ? നീ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നെങ്കിൽ മറ്റേ കാര്യം നടക്കുമായിരുന്നു, ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. അങ്ങനെ പറയേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് ആണ്. തേർഡ് കണ്ടീഷണൽ എന്ന് പറയും. ഈ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാന്നിരിക്കട്ടെ. ഞാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നീ എന്നെ സഹായിക്കുമായിരുന്നോ? അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് എന്റെ ക്വസ്റ്റ്യൻ വരിക ഇംഗ്ലീഷില്? വുഡ് യു ഹാവ് ഹെൽപ്ഡ് മീ ഇഫ് ഐ ഹാഡ് ആസ്ക്ഡ്? കണ്ടോ അവിടെ ചോദ്യം എങ്ങനെ തുടങ്ങി നോക്കി. വുഡ് യു ഹാവ് ഹെൽപ്ഡ് മീ ഇഫ് ഐ ഹാഡ് ആസ്ക്ഡ്? ഞാൻ ചോദിച്ചിരുന്നു എന്നിരിക്കട്ടെ. ചോദിച്ചിരുന്നെങ്കിൽ നീ എന്നെ സഹായിക്കുമായിരുന്നോ? അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് കണ്ടത്. വുഡ് യു ഹാവ് ഹെൽപ്ഡ് മീ ഇഫ് ഐ ഹാഡ് ആസ്ക്ഡ്? നമുക്ക് ഇതുപോലെ കൂടുതൽ കാണാം. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവിലേക്ക് പോവാം. ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊരു ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, നീ ആ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ എന്നോട് പറയുമായിരുന്നു. കാരണം ഇപ്പൊ അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നേ. ഓക്കെ, നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നോട് പറയുമായിരുന്നു എന്ന്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് ആയിരുന്നെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നു എന്നല്ലേ ചോദിക്കുന്നേ. അപ്പൊ എങ്ങനെയാ ചോദിക്കുക? പോസിറ്റീവ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കണേ. വുഡ് യു ഹാവ് ടോൾഡ് മീ ഇഫ് യു ഹാഡ് ഹേർഡ് അബൌട്ട് ഇറ്റ്? വുഡ് യു ഹാവ് ടോൾഡ് മീ ഇഫ് യു ഹാഡ് ഹേർഡ് അബൌട്ട് ഇറ്റ്? അതേക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ മലയാളത്തിൽ ഞാൻ പറഞ്ഞത് അക്കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. ആ അർത്ഥം വരുന്ന രീതിയിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഓരോ വാക്കായിട്ടല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അങ്ങനെ നമുക്ക് ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ അർത്ഥം വരുന്ന രീതിയിൽ പറയുക. അപ്പൊ എങ്ങനെ നമ്മളിവിടെ പറഞ്ഞേ? വുഡ് യു ഹാവ് ടോൾഡ് മീ ഇഫ് യു ഹാഡ് ഹേർഡ് അബൌട്ട് ഇറ്റ്? അല്ലെങ്കിൽ ആ കാര്യം അറിയാമായിരുന്നെങ്കിൽ, ഇഫ് യു ഹാഡ് നോൺ അബൌട്ട് ഇറ്റ് എന്നാ ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെ വന്നേന്ന് കണ്ടോ? വുഡ്
യു ഹാവ് ടോൾഡ് മീ. സെയിം പാറ്റേൺ തന്നെയാണ്. ഇവിടെ വുഡ് ആണ് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. വുഡ് യു ഹാവ് കഴിഞ്ഞിട്ട് ടോൾഡ്. ടെല്ലിന്റെ മൂന്നാമത്തെ ഫോം അല്ലേ അത്, ടോൾഡ് എന്ന് പറയുന്നത്, അതാണ് ഈ വന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ കണ്ട ഈ സെന്റൻസിന്റെ ആ ഒരു ഫുൾ പാറ്റേൺ അവിടെ വരണം എന്നില്ല. അതിന്റെ പകുതി മാത്രമായിരിക്കും വരുന്നത്. ഉദാഹരണത്തിന് ചിലപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചേക്കാം, നീ എനിക്ക് ഫോൺ വാങ്ങി തരുമായിരുന്നു എന്ന്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ നീ എനിക്ക് ഫോൺ വാങ്ങി തരുമായിരുന്നോ എന്നായിരിക്കും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ പകുതി അണ്ടർസ്റ്റുഡ് ആണ്. നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോടല്ലേ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രദറിനോട് സംസാരിക്കുന്നത്. അപ്പൊ അവിടെ ക്ലിയർ ആണ്. കാരണം സാധാരണ നമ്മൾ ഡെയിലി ലൈഫിൽ സംസാരിക്കുമ്പോൾ അത് ഏത് ഭാഷ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് മലയാളം ഏതായാലും, നമ്മളവിടെ റൂൾസ് ഒപ്പിക്കാനല്ലല്ലോ സംസാരിക്കുന്നത്. നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ അവിടെ റൂളൊക്കെ നോക്കിയിട്ടല്ല പറയുന്നത്. പക്ഷെ അവിടെയും പാറ്റേൺ നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. എങ്ങനെ പറയും? വുഡ് യു ഹാവ് ബോട്ട് മീ എ ഫോൺ എന്നാണ് അവിടെ പറയുക. മനസ്സിലായോ? അവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് വുഡ് യു ഹാവ് ബോട്ട് മീ എ ഫോൺ ഇഫ് യു ഹാഡ് മണി എന്നാണ്. പക്ഷെ ആ ഒരു പാർട്ടോട് പറയണം എന്നില്ല. വുഡ് യു ഹാവ് ബോട്ട് മീ എ ഫോൺ എന്ന് മാത്രം ചോദിച്ച് നമുക്ക് നിർത്താം. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് നോക്കൂ. നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടും തമ്മിൽ എന്തെങ്കിലും രീതിയിൽ ഒരു വാക്ക് തർക്കം ഉണ്ടായി. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് എന്തോ ചൂടായിട്ട് സംസാരിച്ചു. അപ്പൊ ഈ ഒരു പ്രശ്നം തീർക്കാൻ മൂന്നാമതൊരാൾ വരികയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് ഇതിൽ ഇൻവോൾവ് ആവുകയാണ്. ഓക്കെ, അപ്പൊ ആ ഫ്രണ്ടിനോട് നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്നോട് സംസാരിക്കുമായിരുന്നോ എന്ന്. അപ്പൊ അവിടെ ഇങ്ങനെ പറയാന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് വുഡ് യു ഹാവ് സെഡ് ദാറ്റ് ഇഫ് യു ഹാഡ് ബീൻ ആംഗ്രി എന്ന് ചോദിക്കും. സെന്റൻസ് നിങ്ങളൊന്ന് ആദ്യം വായിച്ചു നോക്കൂ. വുഡ് യു ഹാവ് സെഡ് ദാറ്റ്, അതുവരെ ക്ലിയർ അല്ലേ? നിങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നോ? വുഡ് യു ഹാവ് കഴിഞ്ഞിട്ട് സേ എന്ന് പറയുന്ന വേർബിന്റെ മൂന്നാമത്തെ ഫോം സെഡ്. വുഡ് യു ഹാവ് സെഡ് ദാറ്റ് കഴിഞ്ഞ് വന്ന് എന്താ നോക്കൂ, ഇഫ് യു ഹാഡ് ബീൻ ആംഗ്രി. ആ ബീൻ എവിടുന്ന വന്നേന്ന് മനസ്സിലായോ? നിങ്ങൾ ആംഗ്രി ആയിരുന്നെങ്കിൽ എന്ന് പറയണ്ടേ? അപ്പൊ അവിടെ നമ്മൾ ഈ ഹാഡ് കഴിഞ്ഞിട്ട് ഒരു വേർബിന്റെ മൂന്നാമത്തെ ഫോം വരണമല്ലോ. ആ വേർബ് 3 ഫോം ആണ് ഈ ബീൻ. അപ്പൊ ആവുക, ആയിരുന്നെങ്കിൽ എന്നല്ലേ പറഞ്ഞത്? ആവുക എന്ന് പറയുന്ന വേർബാണ് ബി. അതിന്റെ മൂന്നാമത്തെ ഫോം ആണ് ബീൻ. അങ്ങനെ നമുക്കിത് കിട്ടിയട്ടോ. പക്ഷെ ഒരു കാര്യമുള്ളത്, റൂൾ അനുസരിച്ചിട്ട് ഗ്രാമാറ്റിക്കലി പെർഫെക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടത്. അതിനെ നമ്മൾ വിളിക്കുന്നത് തേർഡ് കണ്ടീഷണൽ സെന്റൻസസ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു അത്. പക്ഷെ സാധാരണ ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ഇൻഫോർമൽ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പറയാ. നോക്കൂ, വുഡ് യു ഹാവ് സെഡ് ദാറ്റ് ഇഫ് യു വേർ ആംഗ്രി എന്നായിരിക്കും ചോദിക്കുക. ശരിക്ക് ഗ്രാമർ വെച്ച് നോക്കിയാൽ ഇങ്ങനെയല്ല പറയേണ്ടത്. ഇഫ് യു വേർ ആംഗ്രി എന്നല്ല, ഇഫ് യു ഹാഡ് ബീൻ ആംഗ്രി എന്ന് പറയണം. പക്ഷെ നോർമലി നമ്മൾ ഇതുപോലെ ആയിരിക്കും സംസാരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് തെറ്റാണല്ലോ, ഇത് തേർഡ് കണ്ടീഷണൽ അല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ കണ്ടീഷണൽസ് മിക്സ് ചെയ്യാറുണ്ട്. ആദ്യത്തെ ഭാഗത്ത് വന്നത് തേർഡ് കണ്ടീഷണലും രണ്ടാമത്തെ ഭാഗത്ത് വന്നത് സെക്കൻഡ് കണ്ടീഷനും ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മിക്സ് ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും വളരെ ഇൻഫോർമൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുക. ഇത് കേൾക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് കരുതേണ്ട, രണ്ടും ഓക്കെ ആണ്. രണ്ടാമത്തത് സ്പോക്കൺ ഇംഗ്ലീഷിൽ കൂടുതൽ കേൾക്കാം. പക്ഷെ ഗ്രാമാറ്റിക്കലി നിങ്ങളിപ്പോ ഒരു പരീക്ഷയ്ക്കൊക്കെ എഴുതുകയാണെങ്കിൽ ഈ ആദ്യത്തെ പാറ്റേൺ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതുപോലെ വേറൊരു സെന്റൻസ് പറയാം, ശ്രദ്ധിക്കണേ. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ചെയ്യുമായിരുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. അപ്പൊ മലയാളത്തിൽ പറഞ്ഞത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത് തന്നെ ചെയ്യുമായിരുന്നില്ലേ എന്ന്. അപ്പൊ അവിടെ എന്ത് പറയണം? വുഡ് ഹാവ് അല്ല, വുഡന്റ് ഹാവ് വരണം, അല്ലേ? വുഡന്റ് യു ഹാവ് ഡൺ ദ സെയിം ഇഫ് യു വർ മീ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ വന്നു. വുഡന്റ് യു ഹാവ് ഡൺ ദ സെയിം ഇഫ് യു വർ മീ? അപ്പൊ ചെയ്യുക എന്നുള്ളതല്ലേ വേർബ്, ഇവിടെ ഡു അല്ലേ? അതിന്റെ മൂന്നാമത്തെ ഫോം ആണ് ഡൺ. വുഡന്റ് യു ഹാവ് ഡൺ ദ സെയിം. അടുത്ത ഭാഗം കണ്ടോ? ഇഫ് യു were me. ശരിക്കും പറഞ്ഞ ഇവിടെയും കണ്ടീഷണൽസ് നമ്മൾ മിക്സ് ചെയ്തു. ആദ്യത്തെ പാർട്ടിൽ വന്നത് തേർഡ് കണ്ടീഷണൽ ആണ്, പക്ഷെ രണ്ടാമത്തെ ഭാഗത്ത് വന്നത് സെക്കൻഡ് കണ്ടീഷണലുമാണ്. ശരിക്കും ഇവിടെ യു വേർ എന്നല്ല ഹാഡ് ബീൻ ആണ് വരേണ്ടത്. പക്ഷെ സാധാരണ ഇൻഫോർമൽ ആയിട്ടുള്ള കോൺവെർസേഷൻസിൽ ഇങ്ങനെ ആയിരിക്കും നമ്മൾ കാണുക. ഇതേപോലെ വേറെ ഒരെണ്ണം, വരുന്നുണ്ടായിരുന്നെങ്കിൽ അവള് വിളിക്കുമായിരുന്നില്ലേ? വരുന്നുണ്ടായിരുന്നെങ്കിൽ അവള് വിളിക്കുമായിരുന്നില്ലേ? അപ്പൊ അവിടെ എന്ത് ചോദിക്കും? Wouldn't she have called if she were coming എന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ഭാഗം നോക്കൂ, അത് ക്ലിയർ ആയില്ലേ? Wouldn't she have called. ഇവിടെ ഷീ ആണെങ്കിലും ഹാവ് തന്നെ വരണം കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാലോ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും സബ്ജക്ട് എങ്ങനെ വന്നാലും
ഇതേ പാറ്റേൺ ആണ്. വുഡൻ ഷീ ഹാവ് കോൾഡ്, വുഡൻ യു ഹാവ് കോൾഡ് എന്നൊക്കെയാ പറയാ. വുഡൻ ഷീ ഹാവ് കോൾഡ്, അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഇഫ് ഷീ were coming, were എന്നാണ് പറഞ്ഞത്. ശരിക്കും അവിടെ ഷീ ഹാഡ് ബീൻ കമ്മിങ് എന്നാണ് പറയേണ്ടത്. ഈ ടൈപ്പ് സെന്റൻസസിൽ ഹാഡ് ബീൻ വരണം. ഹാഡ് പിന്നെ V3 ഫോം, ഹാഡ് ബീൻ കമ്മിങ് എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ സെക്കൻഡ് കണ്ടീഷണൽ പോലെ ഇഫ് ഷീ were coming വെറുതെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഈ ഒരു ഫോമാറ്റ്, ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ നടക്കുമായിരുന്നോ, അങ്ങനെ ചെയ്യുമായിരുന്നോ, അങ്ങനെ ചെയ്യുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാനാണ് ഈ വുഡ് ഹാവ് അതുപോലെ വുഡന്റ് ഹാവ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തുടങ്ങുന്നത്. ഇനി നമ്മൾ അടുത്ത പാറ്റേൺ കാണാൻ പോവാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പതിവായിട്ട് ചെയ്യാറുണ്ടായിരുന്നു, അതായത് പണ്ടത്തെ കാര്യമാണല്ലോ, അപ്പൊ പതിവായിട്ട് പണ്ട് ചെയ്യാറുണ്ടായിരുന്നു എന്ന്, പാസ്റ്റിൽ അല്ലെങ്കിൽ കുട്ടിയായിരുന്നപ്പോ ചെറുപ്പത്തിൽ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? നമ്മൾ നേരത്തെ കണ്ടതാണ്. അവിടെ യൂസ് ടു ഉപയോഗിച്ചല്ലേ പറയാ, യൂസ്ഡ് ടു, യൂസ് ടു, ഡി ഉണ്ട് കേട്ടോ, യൂസ് ടു അല്ലേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അത് വെച്ചുള്ള ഒരു സെന്റൻസ് ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് അത് വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നോക്കാം. അയാൾ ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത്, അതായത് ക്ലിയർ അല്ലേ? പാസ്റ്റില് ഇവിടെയാണ് ജോലി ചെയ്യുമായിരുന്നത്, ചെയ്യാറുണ്ടായിരുന്നത്, ചെയ്തിരുന്നത്. അപ്പൊ പഴയ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ശീലം, പണ്ട് സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ യൂസ് ടു വരണം. അപ്പൊ എന്ത് പറയും? ഹി യൂസ് ടു വർക്ക് ഇൻ എ ബാങ്ക് എന്ന് പറയും അല്ലെ? ഹി യൂസ്ഡ് ടു, യൂസ്ഡ് ഉണ്ട് കേട്ടോ. ഹി യൂസ് ടു വർക്ക് ഇൻ എ ബാങ്ക് എന്ന് പറയും. അവിടെ ഒരു ചോദ്യം എങ്ങനെ ചോദിക്കും? അയാൾ ബാങ്കിലാണോ ജോലി ചെയ്തിരുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് ഹി യൂസ് ടു വർക്ക് ഇൻ എ ബാങ്ക്? അവിടെ ശ്രദ്ധിക്കണം. അവിടെ ഡിഡ് ഹി വെച്ച് ആ ക്വസ്റ്റ്യൻ തുടങ്ങിയല്ലോ, അതുകൊണ്ട് പിന്നെ യൂസ്ഡ് ടു വേണ്ട, യൂസ് ടു മാത്രം മതി. ഡിഡ് ഹി യൂസ് ടു വർക്ക് ഇൻ എ ബാങ്ക്? അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്, അയാൾ ബാങ്കിൽ ജോലി ചെയ്തു എന്ന് പറയണമെങ്കിൽ ഹി വർക്ക്ഡ് ഇൻ എ ബാങ്ക് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ അതല്ല, അയാൾ അവിടെയാണ് ചെയ്യുമായിരുന്നത്, ചെയ്തിരുന്നത് എന്ന് പറയണമെങ്കിൽ, ഒരു ഹാബിറ്റിനെ കുറിച്ച് പറയണമെങ്കിലാണ് യൂസ് ടുവിന്റെ ആവശ്യം വരുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ ഡിഡ് വെച്ച് തുടങ്ങുന്നത്. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാ ചോദിക്കുന്നത്? ഡിഡ് ഹി യൂസ് ടു വർക്ക് ഇൻ എ ബാങ്ക്? അവിടെയാണോ പണ്ട് ജോലി ചെയ്യുമായിരുന്നത് എന്ന്. ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, നമുക്ക് നെഗറ്റീവ് കാണാം. അടുത്ത എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ഹൊറർ മൂവീസ് കാണാറുണ്ടായിരുന്നോ? എങ്ങനെ ചോദിക്കും? ഡിഡ് യു യൂസ് ടു വാച്ച് ഹൊറർ മൂവീസ് എന്ന് ചോദിക്കും അല്ലെ? ഡിഡ് യു യൂസ് ടു വാച്ച് ഹൊറർ മൂവീസ്? കാണാറുണ്ടായിരുന്നോ പതിവായിട്ട് എന്നാണ് ചോദ്യം. ഇനി ഇങ്ങനെ ചോദിക്കണമെങ്കിലോ, നിങ്ങൾ ഹൊറർ മൂവീസ് കാണാറുണ്ടായിരുന്നില്ലേ? അവിടെ എങ്ങനെ ചോദിക്കുക? ഉണ്ടായിരുന്നില്ലേ, നെഗറ്റീവ് വരണ്ടേ? അവിടെ ഡിഡിന്റ് വരണം. ഡിഡിന്റ് യു യൂസ് ടു വാച്ച് ഹൊറർ മൂവീസ്? ഡിഡിന്റ് യു യൂസ് ടു വാച്ച് ഹൊറർ മൂവീസ്? ക്ലിയർ ആയോ? ആദ്യത്തേതില് ഡിഡ് യു യൂസ് ടു, ഇവിടെ ഡിഡിന്റ് യു യൂസ് ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അവൻ സ്കൂളിലായിരുന്നപ്പോ ഒരു നാണംകുണിയായിരുന്നോ എന്നാണ് ചോദിക്കേണ്ടത്. ഇത് വളരെ ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നോ എന്ന്. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പതിവായിട്ട് ഇങ്ങനൊരു സ്വഭാവം അയാൾക്ക് ഉണ്ടായിരുന്നോ എന്നാണ്. അത് അയാളുടെ ശീലത്തിന്റെ ഒരു ഭാഗമായിരുന്നോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ടു ഉപയോഗിക്കണം. അവിടെ എന്താ ചോദിക്കുക? ആയിരുന്നോ എന്നാണ്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ മതി. എന്താ ചോദിക്കുക? ഡിഡ് ഹി യൂസ് ടു ബി ഷൈ അറ്റ് സ്കൂൾ? ഡിഡ് ഹി യൂസ് ടു ബി ഷൈ അറ്റ് സ്കൂൾ? ഇനി അയാള് സ്കൂളിലായിരുന്നപ്പോ ഭയങ്കര നാണംകുണിയായിരുന്നില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡിന്റ് ഹി യൂസ് ടു ബി ഷൈ അറ്റ് സ്കൂൾ എന്ന് ചോദിക്കും. അവിടെ നാണംകുണിയായിരുന്നു അയാളെന്ന് നമുക്ക് ഏകദേശം ഉറപ്പാണ്. അപ്പൊ അവിടെ ഒരു യെസ് എന്നൊരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ബിക്കോസ് നമുക്ക് മോർ ഓർ ലെസ് നമുക്ക് ഷുവർ ആണ് അങ്ങനെ ആയിരുന്നു എന്ന്. അവിടെയാണ് ഈ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുന്നത്. ഡിഡിന്റ് ഹി യൂസ് ടു ബി ഷൈ അറ്റ് സ്കൂൾ എന്ന് ചോദിക്കും. അവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് അവിടെ വന്നത്. ഡിഡിന്റ് ഹി യൂസ് ടു. അവരൊരു ഫ്ലാറ്റിലല്ലേ താമസിച്ചിരുന്നത്? അപ്പൊ നമുക്ക് ഏകദേശം ഉറപ്പാണ്. അത് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എന്താ ചോദിക്കുക? Didn't they used to live in a flat? Didn't they used to live in a flat? അപ്പൊ ഈ ഒരൊറ്റ കാര്യമാണ് ഓർക്കേണ്ടത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ആ ഡിഡ് അല്ലെങ്കിൽ ഡിഡിന്റ് കഴിഞ്ഞിട്ട് പിന്നെ യൂസ്ഡ് ഇല്ല, യൂസ് മാത്രമേ ഉള്ളൂ, യൂസ് ടു മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നമ്മളിങ്ങനെ കുട്ടികളോട് ചോദിക്കില്ലേ, നിങ്ങൾ പണ്ട് സഹോദരങ്ങൾ തമ്മിൽ തല്ല് പിടിക്കാറുണ്ടായിരുന്നോ? അതായത് ചെറുപ്പത്തില് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ? അവിടെ എങ്ങനെയാ ചോദിക്കുക?
അവിടെ ഒരു കാര്യം, ഈ സഹോദരങ്ങൾ, അതായത് ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി, ഇവരെല്ലാവരെയും കൂടെ ചേർത്ത് നമുക്ക് സിബ്ലിങ്സ് എന്ന് പറയാം. സിബ്ലിങ്സ്. അപ്പൊ ഇവിടെ എന്ത് പറയും? ഡിഡ് യു യൂസ് ടു ഫൈറ്റ് വിത്ത് യുവർ സിബ്ലിങ്സ്? ഡിഡ് യു യൂസ് ടു ഫൈറ്റ് വിത്ത് യുവർ സിബ്ലിങ്സ്? തല്ലുപിടിക്കുക, അതിനാണ് ഈ ഫൈറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കേട്ടോ. ഇനി നിങ്ങൾ പണ്ട് സഹോദരങ്ങളുമായിട്ട് തല്ലുപിടിക്കുമായിരുന്നില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ്ന്റ് യു യൂസ് ടു ഫൈറ്റ് വിത്ത് യുവർ സിബ്ലിങ്സ്? ഡിഡ്ന്റ് യു യൂസ് ടു ഫൈറ്റ് വിത്ത് യുവർ സിബ്ലിങ്സ് എന്ന് നെഗറ്റീവായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഡിഡ് യു യൂസ് ടു, അതുപോലെ ഡിഡ്ന്റ് യു യൂസ് ടു എന്ന് പറഞ്ഞ ചോദ്യം ചോദിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരു പാറ്റേൺ കൂടെ കാണാനുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞൊരു കാര്യം ഒരു കണക്കിന് ബുദ്ധിമുട്ടിയാണ് അത് ചെയ്തത് എന്ന് ഒരർത്ഥം വരണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ഉണ്ട്, മാനേജ് ടു എന്ന് പറയും അല്ലെ. അപ്പൊ ചെയ്യാൻ സാധിച്ചു എന്ന് പറയണമെങ്കിൽ ഐ വാസ് ഏബിൾ ടു എന്ന് പറയാം. പക്ഷെ വെറുതെ ഒന്നുമല്ല, നല്ല ബുദ്ധിമുട്ടിയാണ് അത് ചെയ്തത്, ഒരു കണക്കിനാണ് അത് ചെയ്ത് ഒപ്പിച്ചത് എന്നൊരർത്ഥം വരണമെങ്കിലാണ് ഈ മാനേജ് ടു എന്നുള്ളത് നമ്മൾ പറയുക. അപ്പൊ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. ഞാൻ ആദ്യം ഒരു സെന്റൻസ് പറയാം. ഞാൻ ഒരു വിധത്തിൽ ഒരു സീറ്റ് ഒപ്പിച്ചു എന്ന് പറയാണ്. നമ്മൾ ഒരു കോൺസേർട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെന്നിരിക്കട്ടെ, ഒരു കണക്കിനാണ് നമ്മൾ അവിടെ ഒരു സീറ്റ് ഒപ്പിച്ചെടുത്തത്. അപ്പൊ അവിടെ എന്ത് പറയും? ഐ മാനേജ് ടു ഫൈൻഡ് എ സീറ്റ്. ഐ മാനേജ്ഡ് ടു ഫൈൻഡ് എ സീറ്റ്. അപ്പൊ ഇവിടെ മാനേജ്ഡ് കേക്കില്ല, മാനേജ് ടു ഫൈൻഡ് എ സീറ്റ് എന്നേ ചിലപ്പോൾ നമ്മളത് കേൾക്കുള്ളൂ. പക്ഷെ മനസ്സിലാക്കുക, ചെയ്ത് കഴിഞ്ഞ കാര്യത്തെ കുറിച്ചല്ലേ പറയുന്നേ. അപ്പൊ അവിടെ പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഐ മാനേജ് ടു ഫൈൻഡ് എ സീറ്റ്. ഇനി ഇവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു സീറ്റ് സംഘടിപ്പിക്കാൻ പറ്റിയോ? സംഘടിപ്പിക്കാനായോ? അതായത് നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടുമായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പൊ അത് ചെയ്യാൻ ഒത്തോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ എങ്ങനെ ചോദിക്കും? ഡിഡ് യു മാനേജ് ടു ഫൈൻഡ് എ സീറ്റ്? അവിടെയും പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് സാധിച്ചോ എന്ന് പോസിറ്റീവായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഡിഡ് വെച്ച് തുടങ്ങണം. ഡിഡ് യു മാനേജ് ടു ഫൈൻഡ് എ സീറ്റ് എന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇത്ര ബുദ്ധിമുട്ടിയൊന്നും അല്ലാതെ തന്നെ ഒരു സീറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കണമെങ്കിൽ, സീറ്റ് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിക്കണമെങ്കിൽ were you able to find a seat എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം ചെയ്തു എന്നാണ് പറയുന്നത്, ഐ വാസ് ഏബിൾ ടു ഡു സംതിങ് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ചെയ്തതെങ്കിലാണ് ഐ മാനേജ് ടു ഡു ദാറ്റ് എന്ന് ഞാൻ പറയുകയാണ്. അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യനിലും ചേഞ്ച് വരുത്തും. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. നമ്മുടെ ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നിരിക്കട്ടെ, അപ്പൊ അയാൾ അത് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുമായിരുന്നു, നെട്ടോട്ട് ഓടുമായിരുന്നു. അപ്പൊ നമ്മൾ പിന്നീട് അയാളെ കാണുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാനായോ, പരിഹരിക്കാൻ സാധിച്ചോ? അവിടെ നമ്മൾ മലയാളത്തിൽ ഇത്രേ ചോദിക്കുന്നുള്ളൂ. പക്ഷെ നമുക്കറിയാമെങ്കിൽ അയാൾ അതിനുവേണ്ടി വളരെ കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു എന്ന് അറിയാമെങ്കിൽ അവിടെ നമ്മൾ മാനേജ് ടു ആണ് ചോദിക്കുക. ഡിഡ് യു മാനേജ് ടു സോൾവ് ദ പ്രോബ്ലം എന്ന് ചോദിക്കും. കണ്ടല്ലോ, ഡിഡ് യു മാനേജ് ടു സോൾവ്, ഡിഡ് യു മാനേജ് ടു സോൾവ് ദ പ്രോബ്ലം. പക്ഷെ ഇവിടെ നമ്മൾ ചോദിക്കുകയാണ്, അത് നിങ്ങൾക്ക് അത് പ്രശ്നം പരിഹരിക്കാനായില്ലേ? അയാള് അതിനുവേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു, എന്നിട്ടും അത് പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ലേ എന്നൊരർത്ഥം വരണമെങ്കിൽ ഇവിടെ നെഗറ്റീവ് കൊണ്ടുവരണം. ഡിഡിന്റ് യു മാനേജ് ടു സോൾവ് ദ പ്രോബ്ലം? കുറെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നല്ലോ, ഇനിയും അത് സാധിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഡിഡിന്റ് യു മാനേജ് ടു സോൾവ് ദ പ്രോബ്ലം? വീക്കെൻഡിലൊക്കെ ഏതെങ്കിലും മോളിൽ പോകുമ്പോൾ നമുക്കറിയാലോ അവിടെ ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളെ അവിടെ ആരെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ട് അയാള്, നമ്മുടെ കൂടെയുള്ള ആള് പാർക്കിംഗ് കണ്ടുപിടിക്കാൻ പോയിന്നിരിക്കട്ടെ, സ്പേസിന് വേണ്ടിയിട്ട് അലഞ്ഞു നടക്കുകയാണ്. അവസാനം തിരിച്ചു വരുമ്പോ അയാൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചോദിക്കും? ഒരു പാർക്കിംഗ് ലോട്ട് കണ്ടെത്താനായോ എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ അവിടെ എന്താ പറയാ? ഡിഡ് യു മാനേജ് ടു ഫൈൻഡ് എ പാർക്കിംഗ് സ്പേസ്? ഡിഡ് യു മാനേജ് ടു ഫൈൻഡ് എ പാർക്കിംഗ് സ്പേസ്? ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ were you able to find a parking space എന്ന് ചോദിച്ചാൽ മതി. ഇവിടെ ജസ്റ്റ് were you able to എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അയാൾ അതിനു വേണ്ടി കുറെ ബുദ്ധിമുട്ടിയിട്ടെന്ന് നമുക്കറിയാം, എന്നിട്ട് അത് സാധിച്ചെടുത്തോ എന്നല്ലേ ചോദിക്കുന്നത്. അപ്പൊ ഈ മാനേജ് ടു വരണം. ഡിഡ് യു മാനേജ് ടു ഫൈൻഡ് എ പാർക്കിംഗ് സ്പേസ്? അവർക്ക് ഡോക്ടറെ കാണാനായോ? അവർ അതിനു വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഡോക്ടർക്കാണെങ്കിൽ അന്ന് വളരെ തിരക്കുള്ള ദിവസമായിരുന്നു, കാണാൻ പറ്റുമെന്ന് അവർ വിചാരിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് കാണാനായോ എന്ന്. അപ്പൊ അവിടെ എന്ത് ചോദിക്കും? ഡിഡ് ദേ മാനേജ് ടു സീ ദ ഡോക്ടർ? ഡിഡ് ദേ മാനേജ് ടു സീ ദ ഡോക്ടർ?
അങ്ങനെ ചോദിച്ചാൽ മതി. ആ മാനേജ് ടു വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. അപ്പൊ ഇന്ന് നമ്മൾ കണ്ട ഈ പാറ്റേൺസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇതിനെ ബേസ് ചെയ്ത് ഞാനിവിടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. 6 പാറ്റേൺസ് ഉണ്ടായിരുന്നെങ്കിലും ക്വസ്റ്റ്യൻസ് 5 ഉള്ളൂ. ആദ്യത്തത്, നിനക്ക് എന്നോട് സത്യം പറയാമായിരുന്നില്ലേ? നിനക്ക് എന്നോട് സത്യം പറയാമായിരുന്നില്ലേ എന്നാണ് ചോദ്യം. എങ്ങനെയാ ചോദിക്കുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തെറ്റാതെ ഉത്തരം കണ്ടുപിടിക്കണം കേട്ടോ. രണ്ടാമത്തത്, അവള് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടാകുമോ? അവള് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ പോയി കാണുമോ? നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, ഗെസ് ചെയ്യാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ എന്ന് ആലോചിച്ച് നോക്കൂ. ഷോപ്പിങ്ങിന് പോകുക എന്നുള്ളതിന് എന്താ പറയാ? ടു ഗോ ഷോപ്പിംഗ്. അതിന്റെ 3ാമത്തെ ഫോം വരണം, ഗോവിന്റെ കേട്ടോ. ആലോചിച്ച് നോക്കൂ. 3ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മള് വഴി ചോദിക്കേണ്ടതായിരുന്നില്ലേ? അതായത് നമ്മളിപ്പോ എവിടെയെങ്കിലും പോവാണ്, അപ്പൊ ആരുടെങ്കിലും വഴി ചോദിച്ചു പോവേണ്ടതായിരുന്നില്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വഴി ചോദിക്കുക എന്നുള്ളതിന് നമുക്ക് ടു ആസ്ക് ഫോർ ഡിറക്ഷൻസ് എന്ന് പറയാം. ടു ആസ്ക് ഫോർ ഡിറക്ഷൻസ്. അപ്പൊ അതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലേ, ചെയ്യേണ്ടതായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. 4th ക്വസ്റ്റ്യൻ, നിങ്ങൾ അവനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അവൻ തോൽക്കുമായിരുന്നില്ലേ? മനസ്സിലായോ? നിങ്ങൾ അവനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അവൻ തോൽക്കുമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ലേ എന്നാണ് ഈ ചോദിക്കുന്നത്. ഏതാ ഉപയോഗിക്കേണ്ടതെന്ന് ഓർത്തു നോക്കൂ. അവസാനത്തത്, നിങ്ങൾ കുട്ടിയായിരുന്നപ്പോ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നില്ലേ? അതായത് പതിവായിട്ട് പണ്ട് ഇങ്ങനെ കളിക്കുമായിരുന്നില്ലേ എന്നാ ചോദിക്കുന്നത്. നിങ്ങൾ കുട്ടിയായിരുന്നപ്പോ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നില്ലേ? അതാണ് ചോദ്യം. അപ്പൊ നന്നായിട്ട് ആലോചിച്ച് ഇതിന്റെ എല്ലാം ആൻസർ കണ്ടുപിടിക്കൂ. ഉത്തരങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യൂ കമന്റ് സെക്ഷനിൽ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിന് പറ്റിയ പോലെയുള്ള എക്സാമ്പിൾസ്, നമുക്ക് ഡെയിലി ആവശ്യം വരുന്ന തരം സെന്റൻസസും ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇത് അവർക്ക് ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ താമസിയാതെ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.